ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അവയെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു, അതെനിക്ക് പ്രത്യാശ തരുന്നു. കർത്താവിൻ്റെ സ്നേഹം അത് ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അത് അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. പ്രിയമുള്ളവരെ, ഈ വചനം നമ്മളോട് പറയുകയാണ്, നിന്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും സമയങ്ങളിൽ നീ അവയെപ്പറ്റി ചിന്തിച്ച് അതിനെക്കുറിച്ച് മാത്രം നീ ഓർമ്മിച്ചിരുന്നാൽ നിന്റെ മനസ്സ് തകരും. മറുവശത്ത് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വീണ്ടും പറയുന്നുണ്ട്, എന്നാൽ നിന്റെ കഷ്ടതയുടെ സമയം നീ ഒരിക്കലും അസ്തമിക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നീ നോക്കിയാൽ, ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചാൽ അത് നിനക്ക് പ്രത്യാശ തരും. നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കഷ്ടതയുടെയും വേദനയുടെയും ദുരിതങ്ങളുടെയും സമയങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് മാത്രമാണോ ചിന്തിക്കുന്നത്? അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് പലപ്പോഴും നമ്മൾ മനസ്സ് മരവിച്ച് ജീവിതം തന്നെ മടുത്ത് നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മൾ മുന്നോട്ട് തള്ളി നീക്കുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുക, നിങ്ങൾ നിങ്ങളുടെ കഷ്ടതയിലേക്ക് നോക്കാതെ, നിങ്ങളുടെ ദുരിതങ്ങളിലേക്ക് നോക്കാതെ, ആ ദുരിതത്തിൻ്റെ പിന്നിലുള്ള, ആ പ്രയാസങ്ങളുടെ പിന്നിലുള്ള, ആ സഹനങ്ങളുടെ പിന്നിലുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കൊന്ന് നോക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും ദൈവം അറിയാതെ ഒരാൾക്കും ഇടാനായിട്ട് കഴിയില്ല. ദൈവം അനുവദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ആർക്കും ഒരു സഹനവും തരാനായിട്ട് കഴിയില്ല. നമുക്ക് നമ്മുടെ കഷ്ടതയുടെയും വേദനയുടെയും ദുരിതങ്ങളുടെയും പിന്നിലുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് ആ ദൈവത്തെ പാടി സ്തുതിക്കാം. യേശുവേ നാഥ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ പാടി സ്തുതിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്ന്. വീണ്ടും പറയുന്നുണ്ട്, അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്കും ഈ ഈരടികൾ ആലപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, മുട്ടോളമല്ല അരയോളവും പോരാ, നിന്റെ സ്നേഹത്തിൽ മുങ്ങുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിൻ്റെയും പിന്നിൽ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് അനുവദിക്കുന്ന എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള അങ്ങയുടെ ആ സ്നേഹം കാണാനായിട്ട് ഈശോയെ ഞങ്ങളെ അനുവദിക്കണമേ, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു.
അപ്പോസ്തലനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള, എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള ആ ദൈവസ്നേഹം ഞാൻ അനുഭവിക്കാനായിട്ട്, ആ ദൈവസ്നേഹത്തിലേക്ക് ഞാനൊന്ന് നോക്കാനായിട്ട്. ഓശോയെ, നിൻ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിന്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. മുത്തോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുത്തോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ രക്ഷകനായ ആ യേശുവിനെ നമുക്ക് ആരാധിക്കാം. ഓരോ നിമിഷവും സ്നേഹിതനെന്ന് എന്നെ വിളിച്ചുകൊണ്ട് ആ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കുന്ന ആ നല്ല തമ്പുരാനെ നമുക്ക് ആരാധിക്കാം. എൻ്റെ പ്രാണനാഥനെ നമുക്ക് ആരാധിക്കാം. യേശുവേ എൻ രക്ഷക, യേശുവേ എൻ സ്നേഹിത, യേശുവേ എൻ ആത്മനേ എൻ പ്രാണനാഥ. യേശുവേ എൻ രക്ഷക, യേശുവേ എൻ സ്നേഹിത, യേശുവേ എൻ ആത്മനേ എൻ പ്രാണനാഥ. മുത്തോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുത്തോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, യേശുവേ നാഥ, അങ്ങയെ ഞാൻ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. എൻ്റെ യേശുവേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു.
കഴിയുന്നില്ല. മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പിറുപിറുപ്പിലും അസ്വസ്ഥതയിലും കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ? ജോബിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം തന്നെ ജോബിനുള്ള സർവ്വതും നഷ്ടമായി പോയപ്പോൾ, തനിക്കുള്ള സ്വത്തുവകകളും തൻ്റെ മക്കളുമെല്ലാം ഒരു ദിവസം നഷ്ടമായി പോയപ്പോൾ ജോബ് പറയുന്നത് ഇങ്ങനെയാ: ദൈവം തന്നു, ദൈവം എടുത്തു, അവിടുത്തെ നാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. തൻ്റെ ജീവിതത്തിലെ എല്ലാം നഷ്ടമാകുമ്പോഴും ജോബ് അവിടെ എല്ലാം, അതിൻ്റെ എല്ലാം പിന്നിൽ കാണുന്നത് ദൈവത്തിൻ്റെ ആ അനന്തമായ സ്നേഹമാണ്. ഒടുവില് തൻ്റെ ശരീരം മുഴുവൻ വ്രണം ബാധിച്ച് വളരെ തളർന്ന അവസ്ഥയിലിരിക്കുമ്പോൾ ജോബിന്റെ ഭാര്യ പോലും ജോബിനോട് വന്ന് പറയുന്നുണ്ട്: ഇത്രയൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടും ഇനിയും നിങ്ങൾ ആ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുകയാണോ? ആ ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിച്ചുകൂടെ? നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നമ്മളും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ മാറി വരുമ്പോൾ നമ്മളും ചിന്തിച്ചിട്ടുണ്ട്: ഇനി ഞാൻ ദൈവത്തെ ഇനിയും ഞാൻ സ്തുതിക്കണോ? ഇനിയും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണോ? ഇതൊന്നും ദൈവം കാണുന്നില്ലേ? ഇതൊന്നും ദൈവം അറിയുന്നില്ലേ? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ദൈവം ഇങ്ങനെ? വീണ്ടും ജോബ് ആ സമയം ഭാര്യയോട് പറയുന്നത് ഇങ്ങനെയാ: ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടി കാണിക്കുകയോ? വചനം അവിടെ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഇതുകൊണ്ടൊന്നും നാവുകൊണ്ട് ജോബ് ദൈവത്തെ പഴിച്ചില്ല. പ്രിയമുള്ളവരെ, ജോബ് തൻ്റെ ജീവിതത്തിലെ ഓരോ തകർച്ചയുടെയും സമയത്ത്, തൻ്റെ ജീവിതത്തിലെ ഓരോ ഞെരുക്കങ്ങളുടെയും സമയത്ത്, തൻ്റെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളുടെയും പിന്നില് ദൈവത്തിൻ്റെ കരം കാണാനായിട്ട്, ദൈവത്തിൻ്റെ സ്നേഹം കാണാനായിട്ട് ജോബിന് ദൈവം അനുവദിച്ചു. നമ്മളും നമ്മുടെ ജീവിതത്തിലെ കഷ്ടതയോർത്ത്, നമ്മുടെ ജീവിതത്തിലെ ഞെരുക്കങ്ങളെ ഓർത്ത് മനസ്സ് നുറുങ്ങി, മനസ്സ് തകർന്ന അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഇന്ന് ദൈവം നമ്മളോട് പറയുക, അവിടുത്തെ സ്നേഹത്തിലേക്ക് നോക്കാനായിട്ട്, അവിടുത്തെ സ്നേഹത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിൽ എന്നെ ഇത്രത്തോളം സ്നേഹിക്കാനായിട്ട് മറ്റാരാണുള്ളത്? വചനം പറയുന്നു, സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ പോലും ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നിനക്ക് ദാനമായി നൽകാതിരിക്കുമോ? സ്വന്തം പുത്രനെ പോലും നമുക്ക് വേണ്ടി ബലി കഴിച്ച ആ നല്ല പിതാവ് എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് ഓരോ നിമിഷവും വിളിച്ചു പറയുമ്പോൾ നമ്മൾ എന്തിനാ ആ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ സംശയിക്കുന്നത്? എന്തിനാ നമ്മൾ ആ ദൈവത്തിന്റെ സ്നേഹത്തെ സംശയത്തോടെ നോക്കി നമ്മൾ പിറുപിറുപ്പിലും അസ്വസ്ഥതയിലും ഒക്കെ കഴിയുന്നത്? നമുക്ക് ദൈവത്തിന്റെ ആ അനന്തമായ, ഒരിക്കലും അസ്തമിക്കാത്ത അവിടുത്തെ സ്നേഹത്തിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് ഈശോയുടെ ആ വലിയ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. തമ്പുരാനെ, ഇത്രത്തോളം എന്നെ സ്നേഹിക്കുവാനായിട്ട്, ഇത്രത്തോളം എന്നെ കരുതുവാനായിട്ട് പാപിയായ എന്നില് എന്ത് മേന്മയാണ് അങ്ങ് കണ്ടത് തമ്പുരാനെ. ഈശോയുടെ സ്നേഹത്തിന് നന്ദി
നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഈശോയെ, ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രത്തോളം സ്നേഹിക്കാനായിട്ട് ഞാൻ ആരാണ് തമ്പുരാനെ? എന്നൊക്കെ ഈശോയെ, ഈശോയെ, ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിക്കാൻ ഞാൻ ആരാണെന്നീശോയേ. ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിക്കാൻ ഞാൻ ആരാണെന്നീശോയേ. പാപാന്ധകാരം മനസ്സിൽ നിറഞ്ഞൊരു പാപിയാണല്ലോ ഇവൻ. പാപാന്ധകാരം മനസ്സിൽ നിറഞ്ഞൊരു പാപിയാണല്ലോ ഇവൻ. ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിക്കാൻ ഞാൻ ആരാണെന്നീശോയേ. ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിക്കാൻ ഞാൻ ആരാണെന്നീശോയേ. ഓ ഈശോയെ, ശത്രുവായ എന്നെ അങ്ങയുടെ സ്നേഹം പലതവണ ഞാൻ അതെല്ലാം വിട്ടു നടന്നിട്ടും ആ സ്നേഹത്തെ ഞാൻ പല നാൾ തള്ളിക്കളഞ്ഞിട്ടും എന്നെ ഉപേക്ഷിക്കാതെ, എന്നെ തള്ളിക്കളയാതെ എന്റെ പിന്നാലെ സ്നേഹവുമായിട്ട് വന്നുകൊണ്ട് ഇത്രത്തോളം എന്നെ സ്നേഹിക്കുവാനായിട്ട് നീചനായ എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് ഓ ഈശോയെ, ശത്രുവാമെന്നെ പുത്രനാക്കിടുവാൻ ഇത്രമേൽ സ്നേഹം വേണോ? ശത്രുവാമെന്നെ പുത്രനാക്കിടുവാൻ ഇത്രമേൽ സ്നേഹം വേണോ? നീജനാമെന്നെ സ്നേഹിച്ചു സ്നേഹിച്ചു പൂജ്യനായി മാറ്റിയല്ലോ. നീജനാമെന്നെ സ്നേഹിച്ചു സ്നേഹിച്ചു പൂജ്യനായി മാറ്റിയല്ലോ. ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിക്കാൻ ഞാൻ ആരാണെന്നീശോയേ. ഓ ഈശോയെ, ഈ ഭൂമിയിൽ എന്നെ നീ ഇത്രമേൽ സ്നേഹിക്കാൻ ഞാൻ ആരാണെന്നീശോയേ. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് അനുവദിക്കുന്ന എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള അങ്ങയുടെ ആ വലിയ സ്നേഹം കാണാനായിട്ട്, അങ്ങയുടെ ആ വലിയ സ്നേഹം ആസ്വദിച്ചറിയാനായിട്ട് ഈശോയെ, ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു വയ്ക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം ഞങ്ങൾ ഓരോരുത്തരും ഗ്രഹിക്കാനായിട്ട് തമ്പുരാനെ, ഇതാ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ധീരുവാമെന്നിൽ വീര്യം പകർന്നു നീ ധീരനായി മാറ്റിയല്ലോ. ധീരുവാമെന്നിൽ വീര്യം പകർന്നു നീ ധീരനായി മാറ്റിയല്ലോ. കാരുണ്യമേ നിൻ
നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കുന്നു. തമ്പുരാനെ, അങ്ങയുടെ സ്നേഹം ഞങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശില് അങ്ങ് മരിച്ചുകൊണ്ട് ഞങ്ങളെ അങ്ങ് എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്തിയ തമ്പുരാനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ ഇത്രത്തോളം സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി സ്വജീവൻ പോലും നൽകിയ ആ തമ്പുരാനെ സർവവും മറന്ന് സ്നേഹിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് അനുവദിച്ചിരിക്കുന്ന എല്ലാറ്റിൻ്റെയും പിന്നിലുള്ള ആ ദൈവസ്നേഹത്തെ കണ്ടുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ ആ യേശുവിനെ സ്നേഹിക്കുവാനായിട്ട് വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് യേശുവോട് പറയാം, ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോഴായിരിക്കുന്ന എല്ലാ അവസ്ഥകളെ പ്രതിയും തമ്പുരാനെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സകലത്തിനും മേലായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഓ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു നിന്നെ ഞാൻ സകലത്തിനും മേലാ ഹൃദയത്തിനാഴങ്ങളിൽ യേശുവേ നീ മാത്രം സ്നേഹിക്കുന്നു നിന്നെ ഞാൻ യേശുവേ സകലത്തിനും മേലാ ഹൃദയത്തിനാഴങ്ങളിൽ യേശുവേ നീ മാത്രം സ്നേഹിക്കും നിന്നെ ഞാൻ, നിന്നെ ഞാൻ, നിന്നെ മാത്രം, നിന്നെ മാത്രം എന്നേശുവേ സ്നേഹിക്കും നിന്നെ ഞാൻ, നിന്നെ ഞാൻ യേശുവേ, നിന്നെ മാത്രം എന്നേശുവേ. ലോകത്തിൻ മോഹങ്ങൾ ചപ്പും ചവറുമെന്നെണ്ണുന്നു ഞാൻ. ലോകത്തിൻ മോഹങ്ങൾ ചപ്പും ചവറുമെന്നെണ്ണുന്നു ഞാൻ. സ്നേഹിക്കും നിന്നെ ഞാൻ, നിന്നെ മാത്രം എന്നേശുവേ സ്നേഹിക്കും നിന്നെ ഞാൻ, നിന്നെ മാത്രം എന്നേശുവേ. ലോകത്തിൻ മോഹങ്ങൾ ചപ്പും ചവറുമെന്നെണ്ണുന്നു ഞാൻ. ലോകത്തിൻ മോഹങ്ങൾ ചപ്പും ചവറുമെന്നെണ്ണുന്നു ഞാൻ. ലോകത്തിൻ മോഹങ്ങൾ ചപ്പും ചവറുമെന്നെണ്ണുന്നു ഞാൻ. Hallelujah, Lord. We worship you, Lord. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. We worship you, Lord. Hallelujah, 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 Lord. Hallelujah.
യേശുവേ യേശുവേ ഹല്ലേലൂയ